ഉണ്ണിയമ്മേ കുമ്പടി വന്നു. കേരളം എന്ന് പറയുന്ന ഒറ്റ സംസ്ഥാനത്താണ് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് ജീവൻ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടത്. അവിടെ ഒരു തകർച്ച പ്രൊജക്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുതുതലമുറ വോട്ടർമാരിൽ, ജെൻസി വോട്ടർമാരിൽ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. 18 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള ഇടത്താണ് ഏറ്റവും കൂടുതൽ ആന്റി ലെഫ്റ്റ് സെന്റിമെന്റ്സ് നിൽക്കുന്നത് എന്നുള്ളത് എനിക്ക് കൗതുകകരമായി തോന്നി. പക്ഷേ അതാണ് ആക്സിസ് മൈ ഇന്ത്യ പ്രൊജക്ട് ചെയ്യുന്നത്. LDF-നെ സംബന്ധിച്ച് കിട്ടുന്ന സൂചന, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച്, ഇന്ത്യൻ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കിട്ടുന്ന സൂചന ഭാവിയിലേക്ക് നോക്കുമ്പോൾ അങ്ങേയറ്റം നിരാശാജനകമാണോ? ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് സീറ്റ് പ്രഡിക്ട് ചെയ്തിരിക്കുന്നത് ആക്സിസ് മൈ ഇന്ത്യയാണ്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആ ആക്സിസ് മൈ ഇന്ത്യ ഏറ്റവും കൂടുതൽ ശതമാനം പ്രഡിക്ട് ചെയ്തിരിക്കുന്നത് ആർക്കാണ്? ഒരു മാറ്റവും ഇല്ലല്ലോ. അത് പിണറായി വിജയനാണ്. പക്ഷേ ഡേറ്റയും വിവരങ്ങളും ഉണ്ടല്ലോ, ഒന്ന് പറയാമോ? അല്ല, 3 പേർക്കായി അത് ഡിവൈഡ് ചെയ്ത് പോയല്ലോ. ഏതെങ്കിലും ഒരു ചാനൽ ഈ പറഞ്ഞോളൂ. ചോദിക്കട്ടെ, എല്ലാ സർവേകളും UDF-ന് വേണ്ടി പ്രഡിക്ട് ചെയ്യുമ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ ശതമാനം പ്രഡിക്ട് ചെയ്യുന്ന ഏക വ്യക്തി സഖാവ് പിണറായി വിജയനാണ്. ഭയങ്കരം തന്നെ. മറ്റൊരു ചാനലും പിണറായി വിജയന് പകരമായി ഈ UDF-ന് ഇത്ര സീറ്റ് പറയുമ്പോഴും UDF-ന്റെ പ്രതിനിധിയായി ഒരാളെയും പിണറായി വിജയനേക്കാൾ കൂടുതൽ ശതമാനം കൊടുക്കുന്ന, ഒരു 0.1% പോലും കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്നിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഭരണവിരുദ്ധ വികാരം ഇവിടെ ഇല്ല എന്നതാണ്. മുന്നിൽ നിന്ന് നയിച്ച പിണറായി വിജയനെ തന്നെ ഈ കേരളത്തിലെ ജനങ്ങൾ മുഖ്യമന്ത്രിയായി കാണണം. ഏറ്റവും കൂടുതൽ ശതമാനം, അതായത് 90 സീറ്റ് പ്രൊഡക്ട് ചെയ്യുമ്പോഴും ശ്രീ പിണറായി വിജയനും തൊട്ടുപുറകിലുള്ള VD സതീശനും തമ്മിലുള്ള വ്യത്യാസം അങ്ങേക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നത് തന്നെയാണ് അതിന്റെ അർത്ഥം. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. പിന്നെ ഇത്തരം സർവേകളുടെ എല്ലാം ആധികാരികമായിട്ടൊരു ബിന്ദു 10 വർഷം ആയില്ലോ, അതുകൊണ്ടൊന്ന് മാറണ്ടേ, മാറ്റം വേണ്ടേ, ഇനിയും തുടരണമോ എന്ന രൂപത്തിലേക്കുള്ള ഒരു ചർച്ചയും ചോദ്യങ്ങളും എല്ലാം കൃത്യമായി സെറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സർവേ ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. അതുകൊണ്ട് ഞങ്ങൾ ഇതിന് വലിയ പ്രാധാന്യം കാണുന്നില്ല. കാരണം എല്ലാവരും ഒറ്റ സ്വരത്തിൽ പിണറായി വിജയൻ തന്നെ ഇത്രയും കൂടുതൽ ശതമാനം രണ്ടാമത് നിൽക്കുന്ന ആളെക്കാൾ വലിയ വ്യത്യാസത്തിൽ തന്നെ സഖാവ് പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ ഈ സർവേയുടെ മറ്റ് സാഹചര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. തമിഴ്നാട്ടിലടക്കം ഇപ്പൊ പറഞ്ഞു ഏകദേശം ഒരു ചാനൽ മാത്രം. ഒരു സെക്കൻഡ് ഷാർമു പറയും, ഞാനത് താങ്കൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് വായിക്കാം. ആക്സിസ് മൈ ഇന്ത്യ, whom would you like to be the next chief minister? ഏറ്റവും കൂടുതൽ വോട്ട് പിണറായി വിജയനാണ്, 33%. ഇതൊക്കെ എന്ത്? കോൺഗ്രസിനെ സംബന്ധിച്ച് കുറെ പേരുണ്ട്, അതുകൊണ്ടാണ് ഇത് ഡിവൈഡ് ചെയ്ത് പോയത്. VD സതീശൻ 21, രമേശ് ചെന്നിത്തല 8, KC വേണുഗോപാൽ 3, ശശി തരൂർ 1, മറ്റാരെങ്കിലും 11. അപ്പോൾ 11ഉം 1ഉം 12, 3ഉം 15, 15ഉം അതുപോലെ തന്നെ 8ഉം 21ഉം കൂട്ടുമ്പോ 41ന് മുകളിലുണ്ട്. LDF-നോ പിണറായി വിജയൻ 33, KK ശൈലജ 2, ഇനി അതർ കാൻഡിഡേറ്റ്സ് ഫ്രോം LDF 5, 5 2 7 33 40. അപ്പം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ UDF-ന് തന്നെ കൂടുതൽ. അല്ല, ഒരു മുന്നണി രാഷ്ട്രീയമുള്ള ഒരു സംസ്ഥാനത്ത് ആ മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കക്ഷി, മുന്നിൽ നിന്ന് നയിക്കുന്ന കക്ഷി ഏത്, ആ കക്ഷിയുടെ ലീഡർ ഏത് എന്നതിനെ കുറിച്ചൊരു ധാരണയുണ്ട്. ആ ആര് നയിച്ചാലാണ് ആ മുന്നണിക്ക് കെട്ടുറപ്പുണ്ടാക്കുക, അതിന്റെ ഭാഗമായി ഗവൺമെന്റിന് കെട്ടുറപ്പുണ്ടാക്കുക, ആ സംസ്ഥാനത്തിന് കെട്ടുറപ്പുണ്ടാക്കുക എന്നതാണ് ചിന്തിക്കുക. അല്ലാതെ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഡിവൈഡ് ചെയ്തു പോയി എന്ന് പറഞ്ഞ കാര്യമില്ല. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ജനാധിപത്യത്തിൽ ഡിവൈഡ് ചെയ്തു പോയാൽ അവർക്ക് ഭരിക്കാൻ കഴിയില്ല. അത് തന്നെയാണ് ജനാധിപത്യത്തിൽ ഇത്തരത്തിലുള്ള മുന്നണി രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഇവിടെ സഖാവ് പിണറായി വിജയന് പകരക്കാരനായിട്ട് ഒരാളെ പോലും മറുഭാഗത്ത് ചൂണ്ടിക്കാണിക്കാൻ ഇല്ല എന്നത് തന്നെയാണ് അതിന്റെ അർത്ഥം. എന്തോന്നാടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഡിവൈഡ് ചെയ്തു പോയി എന്ന് പറയുന്നത് അതിനൊരു മറുപടി ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മേഖലയിൽ കുറവുണ്ടെങ്കിൽ അടുത്ത മേഖലയിൽ നിന്ന് അത് ആർജിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നയതന്ത്രവും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കൃത്യമായിട്ട് പയറ്റിയിട്ടുണ്ട്. ബംഗാളിൽ കഴിഞ്ഞ തവണ 0 CPM-ന്റെ സീറ്റ്, LDF-ന്റെ സീറ്റ്. അത് കൂടുതൽ മെച്ചപ്പെടുത്തും, നല്ല ഒരു എണ്ണത്തിലേക്ക് അത് വരും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലടക്കം വളരെ ആവേശകരമായിട്ടുള്ള അനുഭവമാണ് ഉള്ളത്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. തമിഴ്നാട്ടിലാണെങ്കിൽ നമുക്ക് അറിയാവുന്നതുപോലെ മത്സരിക്കുന്ന സീറ്റുകളിലെല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പാകത്തിന് തന്നെയാണ്. അവിടെ ഒരു സർവേയിൽ മാത്രമാണ് വിജയുടെ പാർട്ടി അധികാരത്തിൽ വരും എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ചിലപ്പോൾ ആ പാർട്ടി തന്നെ നടത്തിയ സർവേ ആകാനാണ് സാധ്യത. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്.
ഏതായാലും വലിയ മുന്നേറ്റം തമിഴ്നാട്ടിലും ഉണ്ടാകും, അതുപോലെ ബംഗാളിലും പ്രതീക്ഷിച്ചതിനേക്കാൾ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. ഏതായാലും ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച പ്രവർത്തനം അധികാരമുള്ള മേഖലയിൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും എവിടെ സാധാരണക്കാരെ ഒക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ടോ അവിടെയെല്ലാം ഓടിയെത്തിയിട്ടുണ്ട്. പാർലമെന്റിൽ അടക്കമുള്ള സംവാദങ്ങൾ എടുത്തു നോക്കുക, ഇടപെടൽ എടുത്തു നോക്കുക, അതുപോലെ തന്നെ രാജ്യത്തിൽ എവിടെയെല്ലാം ഏറ്റവും സാധാരണക്കാർ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ വേട്ടയാടിയിട്ടുണ്ടോ അവിടെയെല്ലാം എത്തി പ്രതിഷേധത്തിന്റെ പുതിയ തലങ്ങൾ സൃഷ്ടിച്ചത് ഞങ്ങളാണ്. നല്ല രസമുണ്ട്. സുപ്രീം കോടതി എടുത്ത് നോക്കുക, എത്രയോ നിയമ പോരാട്ടം നമ്മൾ നടത്തി. അതുപോലെ ബിൽക്കീസ് ബാലുവിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ബുൾഡോസർ രാജുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഞങ്ങൾ നടത്തിയ നിയമ പോരാട്ടം തന്നെയാണ് ഈ രാജ്യത്തെ യഥാർത്ഥ പ്രതിപക്ഷത്തിന്റെ ശബ്ദമായി ഉയർന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണമുണ്ടെങ്കിൽ മാത്രമേ ഇടതുപക്ഷത്തിന് നിലനിൽക്കാൻ കഴിയൂ എന്നൊന്നും നിങ്ങൾ ഇപ്പോൾ എഴുതി തള്ളല്ലേ. ഈ രാജ്യത്തെ ഏത് തരത്തിലുള്ള കർഷക പ്രക്ഷോഭം നടന്നാലും, അതുപോലെ തന്നെ മറ്റു ബഹുജന പ്രക്ഷോഭം നടന്നാലും, തൊഴിലാളികളുടെ പ്രക്ഷോഭം നടന്നാലും എവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ വേദന കണ്ടറിഞ്ഞ് ഓടിയെത്തുന്നത് ഇടതുപക്ഷം തന്നെയാണ്. അതുപോലെ തന്നെ പാർലമെന്റിനെയും നീതിന്യായ സംവിധാനങ്ങളെയും എല്ലാം ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതും ഇടതുപക്ഷമാണ്. ഇതാണോടാ നീ കണ്ടുപിടിച്ച ആനക്കാര്യം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എടുത്ത ശരിയായ നിലപാടാണ് ഓരോ ഘട്ടത്തിലും എടുത്തത്. ആ ശരി ചിലപ്പോൾ അംഗീകരിക്കപ്പെട്ടെന്നിരിക്കാം, ചിലപ്പോൾ അംഗീകരിക്കപ്പെടാതിരിക്കാം. ഞങ്ങളുടെ ശരി വളരെ വൈകി തിരിച്ചറിഞ്ഞ ജനസമൂഹത്തെയും നമ്മൾ പല ഘട്ടത്തിലും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ശരിയായ നിലപാടുമായിട്ട് തന്നെ തിരിച്ചു പോകും, മുന്നോട്ട് പോകും, ജനങ്ങളോട് കൂടുതൽ സംവദിക്കും, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കും. അതിനിടയിൽ ജനങ്ങൾ ഞങ്ങളെ കൈവിടില്ല. ഇതൊരു നടക്ക് പോണ മാതിരില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യഥാർത്ഥ രാഷ്ട്രീയം ജനങ്ങളിൽ എത്തിക്കാൻ, ഞങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി കൂടുതൽ ജനങ്ങളോട് അടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാർഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ് നാക്കെടുത്താന്നേ പറയൂ. അത് നന്നായി തന്നെ ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്, ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ അംഗീകാരം, അതിനുള്ള ഒരു കൃത്യമായിട്ടുള്ള അംഗീകാരം ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. അതുകൊണ്ട് ഇപ്പോഴേ ഞങ്ങൾ എഴുതിത്തള്ള നിങ്ങൾ തയ്യാറാകേണ്ടതില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ജനാംഗീകാരമൊക്കെ വരട്ടെ. പല സർവേകൾ ഞാൻ ആദ്യം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണ 33 പേരെ ഞങ്ങളെ തോപ്പിച്ച അവർ മന്ത്രിമാരായി മാറി, പിന്നെ MLA-മാരായി മാറി. നമ്മൾ M.M. മണിയുടെ അടക്കം സാഹചര്യം നമ്മൾ പറഞ്ഞു, MP രാജേഷിന്റെ അടക്കം സാഹചര്യം പറഞ്ഞു. അതുകൊണ്ട് 4-ാം തീയതി നമുക്കിരിക്കാം. ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ 3ാം ഭരണ തുടർച്ചയിലേക്ക് കൂടുതൽ മാൻഡേറ്റോടെ ഞങ്ങൾ ഭരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 4-ാം തീയതി നമുക്ക് കാണാം. നല്ല ആത്മവിശ്വാസമുണ്ട് LDF-ന്, UDF-ന് അതിനേക്കാൾ വലിയ ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രവചനത്തിലൊന്നും മുതിരുന്നില്ല. എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റുപറ്റിയാലും ജനങ്ങൾക്ക് തെറ്റുപറ്റില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.